ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി 2 വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ടാകാം സ്ക്രീനിൽ വന്നിട്ട്, പൈൽ 1 ആൻഡ് പൈൽ 2. അപ്പോൾ കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ഒബ്സീഡിയൻ ആരോ ഹെഡാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ്സ്, 5 ഓഫ് സോഡ്സ്, 7 ഓഫ് വാണ്ട്സ്, അതുപോലെ തന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സിൽ നിന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് ന്യൂ എനർജി കടന്നു വരാനായിട്ടാണ് ശ്രമിക്കുന്നത്. പുതിയ അവസരങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത്, ആ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത്, ആ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, തുറന്ന മനസ്ഥിതിയോടുകൂടി അതിനെ എംബ്രേസ് ചെയ്യാനായിട്ട്, ആ ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു പുതിയ തുടക്കം നിങ്ങളോട് വെൽക്കം ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ വിഷമങ്ങൾ നിങ്ങളെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യുക. സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത് അതിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഫേസിലോട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നതാണ്. അപ്പോൾ പാസ്റ്റ് എനർജീസ് ലെറ്റ് ഗോ ചെയ്യുക. ആ ഒരു ഹാർട്ട് സ്പേസ് കുറച്ചും കൂടെ ഓപ്പൺ ആക്കി വെക്കുക, ആ ഒരു ന്യൂ എനർജീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, രമ്യതയിൽ പറഞ്ഞ് അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവസരം വരുന്ന സമയത്ത് എഗെയിൻ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് രണ്ടാമതൊരു ഊഴം, രണ്ടാമതൊരു അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റെടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിലുള്ള ചാലഞ്ചസ് എങ്ങനെ മറികടക്കണം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിരിക്കാം. സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതാണ്. എല്ലാം നിങ്ങൾ ഓപ്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഫൈനലൈസ് ചെയ്യുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് തിരഞ്ഞെടുക്കുകയാണ്, ഈ ഒരു പാതയിൽ പോകുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്തോട്ടുള്ള എന്ത് അഫർമേഷനാണുള്ളത്? ടുഡേ ഐ ചൂസ്, ടുഡേ ഐ വിൽ ഓൺലി സറൗണ്ട് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹു സപ്പോർട്ട് മീ. ഈ ഒരു ദിവസം നിങ്ങൾ എന്ത് എനർജിയിലിരിക്കാനായിട്ടാണ് ചൂസ് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചുറ്റും കമ്പാഷനേറ്റ് ആയിട്ടുള്ള, സ്നേഹം നിറഞ്ഞ എനർജി കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വേണോ, സ്ട്രോങ് ആയിട്ട് നിൽക്കണോ, ബോൾഡായിട്ട് നിൽക്കണോ, പറയാനുള്ളത് സ്ട്രോങ് ആയിട്ട് പക്ഷേ കമ്പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ പറയണോ, അല്ലെങ്കിൽ ഈ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജി ചൂസ് ചെയ്യണോ, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഡാർക്ക് തോട്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള പാസ്റ്റ് തോട്ട്സ് ചൂസ് ചെയ്യണോ? അപ്പോൾ അതിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ചോയ്സിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഓപ്ഷനിൽ സത്യസന്ധമായിട്ട് ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഒപ്റ്റിക്കൽ കാൽസൈറ്റ് ആണ് വന്നേക്കുന്നത്. ഡു യു ഫീൽ ലൗഡ്? ആർ യു എ ലവിങ് പേഴ്സൺ? ആർ യു പീസ്ഫുൾ? ഓക്കെ, ഈ ക്വസ്റ്റ്യനാണ് ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഹയറോഫന്റ്, 4 of swords, 3 of pentacles and the star card. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഷാഡോ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി അവസരങ്ങൾ വരുന്നതാണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഒത്തിരി ഇമോഷണൽ ഹീലിംഗ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഷാഡോസ് ഈ ഒരു സമയത്ത് പൊങ്ങി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പാർട്ട്ണർഷിപ്പിൽ, അല്ലെങ്കിൽ ട്രഡീഷനായിട്ട് പാരമ്പര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിലീഫ് സിസ്റ്റം ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് പഠനം, ഓക്കെ, അങ്ങനത്തെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കതിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സപ്പോർട്ടും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളുടെ കൂടെ ആരുമില്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ആ ഒരു പ്യൂരിറ്റീനെ വിശ്വാസമില്ലാതിരിക്കുന്നുണ്ടാകാം. എന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും സ്നേഹിക്കാനായിട്ടുള്ള കഴിവുണ്ടോ? ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു ദിവസം വന്നിട്ട് കുറച്ചും കൂടെ പീസ്ഫുൾ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ജെൻറ്റിലായിട്ട്, കുറച്ചും കൂടെ സമാധാനപരമായിട്ട്, ലവിങ് വൈബ്രേഷനിൽ, ആ ഒരു ഹാപ്പി വൈബ്രേഷനിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇവിടെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലൈഫ് എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അതിനെ കുറച്ചും കൂടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം, എന്തെങ്കിലും അഡ്വൈസ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എനർജി കടന്നു വരുന്നുണ്ടെങ്കിൽ അതെന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതിൻ്റെ നല്ല വശങ്ങൾ കുറച്ച് പേരോട് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ പ്രത്യാശ, ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി അതിലിരിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ സ്പിരിച്വൽ എനർജി, ആ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു എന്തെങ്കിലുമൊക്കെ പ്രചോദനം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാകാം. സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പെരുമാറണം, ഇത് ലെറ്റ് ഗോ ചെയ്യണം, എന്തെങ്കിലും ഗൈഡൻസിൻ്റെ രൂപത്തിൽ, മെസ്സേജിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു വ്യക്തത കൊണ്ടുവരുന്നതാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തന്നെ ഉള്ളിൽ ഒരു ഫൈറ്റ് മോഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ തന്നെ എതിർക്കുക, നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുക, നിങ്ങളെ തന്നെ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സോഡ് നിങ്ങൾ ഡെയിലി നിങ്ങളോട് പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി കൂടെ പോകാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. കാരണം ഈ പാസ്റ്റ് മെമ്മറീസ്, പാസ്റ്റ് എനർജീസ് നിങ്ങളെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിർത്തുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ നിർത്തുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വൂണ്ട് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ട് ഈ മെസ്സേജസ് നിങ്ങളുടെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷേ കുറച്ച് സമയം കഴിയും തോറും ആ ഒരു എന്താ പറയുക, എല്ലാത്തിനും ആ ഒരു സമയമുണ്ടെന്ന് പറയില്ലേ, കുറച്ച് സമയം കഴിയും തോറും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, സാരമില്ല. ഓക്കെ, നിങ്ങളതിനെ ഓവർ തിങ്കിങ് എനർജിയിലോട്ട് പോകാതിരിക്കുക. കുറച്ച് പേർക്ക് സമയമെടുക്കും. ഓക്കെ, അത് നാച്ചുറലാണ്. ആ ഒരു നാച്ചുറൽ ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പക്ഷേ കുറച്ചും കൂടെ കറേജിയസ് ആയിട്ട്, കുറച്ചും കൂടെ കറേജ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ജീവിതത്തിൽ ഒരു പർപ്പസ്, എന്തെങ്കിലുമൊക്കെ
ചെയ്യണം, ഇതുപോലെ മുന്നോട്ട് പോകണം, എനിക്ക് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യാതിരിക്കുക, പീസ്ഫുള്ളായിട്ടിരിക്കുക. ഇമോഷൻസ് വരണ സമയത്ത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2യുടെ ഈ ഒരു സമയത്ത് Today I am energetic. Today I am filled with an incredible energy and enthusiasm to face this beautiful day. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ കൊടുക്കുക. നിങ്ങളോട് ജെൻറ്റിലായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറുക. ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടാകില്ല, സാരമില്ല, നിങ്ങളതിനെ കുറ്റപ്പെടുത്താതിരിക്കുക. സമയം കഴിയും തോറും കുറേശ്ശെയായിട്ട് നമുക്കത് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ടെക്നിക്ക്, ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ എഫർമേഷൻസൊക്കെ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ജേർണലിങ് ചെയ്യുന്നത്, എഴുതുന്നത് നിങ്ങളെ ഒത്തിരി, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ പുറത്തോട്ട് കളയാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ എങ്ങനെ റെസ്പോൺസിബിൾ ആകാം, എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, അതിനെക്കുറിച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, എടുക്കണം എന്നില്ല ഒറ്റയടിക്കുക എല്ലാം കൂടെ, പക്ഷെ ചിന്തിക്കുക. ഓക്കെ, ഞാൻ റെസ്പോൺസിബിൾ ആകണം എന്ന് പറയുന്നുണ്ട്, ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക്, എങ്ങനെ, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ എഴുതിയിടുക. ഓക്കെ, ഒത്തിരി സീരിയസ് എനർജിയിലോട്ട് പോകാതിരിക്കുക, പീസ്ഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളൊരു ലവിങ് പേഴ്സൺ ആണ്. ഓക്കെ, അതിൽ നിങ്ങൾ ഒരു ഡൗട്ടും വെക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം ആരുമില്ല, ആരും സ്നേഹിക്കുന്നില്ല എന്ന്. ഓക്കെ, പലപ്പോഴും ഞാൻ പറയണ പോലെ കുറച്ച് പേർക്ക് സ്പിരിച്വൽ രീതിയിലായിരിക്കാം ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു മെസ്സേജ് കേൾക്കുന്നത് തന്നെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയുണ്ട്. ആ ഒരു മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.